ഹായ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away. As you fade away. Yeah, I'm about to fade away, cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Got a build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side maybe we could be okay. Okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away. As you fade away. As you fade away. As you fade away. Trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray. ആ തിളക്കണയിലേക്ക് കപ്പ ഇട്ടിട്ട് അത് ആ വാട്ടി ഊറ്റാണെങ്കിൽ കപ്പയിൽ ചെറുതായിട്ട് കയ്പോ കട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പോയി കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേവിക്കുന്നത്. സവാള ഇട്ട് കൊടുക്കാം. അതോടൊപ്പം പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇടാം. ഇതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ.
കപ്പ ഇതിലേക്ക് ഇട്ടു. ആ കപ്പയിലേക്ക് ആ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പ്, അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. ഇനി കപ്പ കേടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. കപ്പ നമ്മൾ മേടിച്ചു കഴിഞ്ഞ് ഒരു 2 ദിവസം 3 ദിവസം ആകുമ്പോഴത്തേക്കും കറുത്തു പോകും. അപ്പൊ അങ്ങനെ കറുത്തു പോവാതിരിക്കാനായിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ കപ്പ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കണ്ടോ, ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക. അങ്ങനെ പോകുമ്പോൾ കപ്പ കറുത്തു പോകില്ല. അത് എത്ര നാളായാലും ഇരിക്കും. ഇപ്പൊ 1 ആഴ്ച 1.5 ആഴ്ചയൊക്കെ ആയാലും അതിരുന്നോളും. നമ്മുടെ സവാള മൂത്ത് വന്നു പോകുന്നത് നമുക്ക് അതിലേക്ക് മസാലകളൊക്കെ ചേർക്കാം. ഓക്കെ, അത് ചേർക്കാം കേട്ടോ. സവോളൊക്കെ വേഗം വഴലാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വേഗം വഴഞ്ഞു കിട്ടും. ഞാൻ ഇത്തിരി ഉപ്പ് ഇത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞണ്ടിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപ്പ് ചേർത്താൽ മതി. കാരണം നേരത്തെ കുറച്ച് ഞാൻ ചേർത്തിരുന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച്, ഞണ്ടിന് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർക്കാം. മസാലയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഞണ്ടിനിടാം. ചില ഭാഗങ്ങളിൽ ഈ ഞണ്ട് കറി വെക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ചെറിയ പീസ് കുടംപുളിയൊക്കെ ചേർക്കും. ഇവിടെ ഞാനതൊന്നും ചെയ്യണില്ല. ഞണ്ടിടാം കേട്ടോ. വേറെ സെപ്പറേറ്റിന് വെള്ളമൊന്നും ഒഴിക്കണ്ട. കാരണം ഞണ്ടിൽ കുറേ ആവശ്യത്തിനായിട്ടുള്ള, അതിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമുണ്ട്. നമ്മളിപ്പോൾ ഫ്ലെയിം കൂട്ടി തന്നെ വെക്കുക വേവാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഞണ്ടിൻ്റെ ഈ ഷെല്ലുണ്ടല്ലോ, ആ ഷെല്ലിൻ്റെ കളറ് മാറുന്നതോടുകൂടി അത് വെന്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു റെഡിഷ് കളറ് വരും ഈ ഇതിൻ്റെ ഷെല്ലിന്. അപ്പം അത് വെന്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. തന്നെത്താൻ ഇതിൽ ഞണ്ട് നമ്മുടെ വെന്തു തോന്നുന്നുണ്ട് കേട്ടോ. നോക്കി വെക്കാം. കണ്ടോ, അതിൻ്റെ കളറൊക്കെ മാറി. കണ്ടോ, ഒരു റെഡിഷ് കളർ തന്നെ കണ്ടോ. അപ്പം അതിനകത്ത് അത് വെന്തു എന്നാണ്. നമുക്ക് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഇത് വേവാനായിട്ട് ഒരു 15 മിനിറ്റ് വേണം കേട്ടോ. നമുക്ക് ഇത്തിരി മല്ലിയിലൊക്കെ ഇട്ട് ഓഫ് ചെയ്യാം. അപ്പം ഞണ്ടിൻ്റെ പരിപാടി ഇവിടെ തീരുന്നു. നമ്മുടെ കപ്പ കണ്ടോ തിളച്ചു തുടങ്ങി. കപ്പ നമുക്ക് വാട്ടി ആ വെള്ളം മാറ്റി ഊറ്റിയെടുത്തിട്ട് കപ്പയ്ക്കും കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും അതിട്ടിട്ട് ഇനി കപ്പയും കടുക് പൊട്ടിക്കാം. നമ്മുടെ കപ്പയ്ക്ക് കടുക് പൊട്ടിക്കണം കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി കേട്ടോ. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ മൂട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിപ്പോൾ കുറച്ച് പേരിന് ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കാം. കപ്പയ്ക്ക് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതൽ തോന്നിക്കുന്നു. ഓഫ് ചെയ്യാം. നമുക്ക് ഇനി ഇതിലേക്ക് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പൊ ആ വെളിച്ചെണ്ണയൊക്കെ കപ്പയിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനെ നമ്മുടെ കപ്പയും ഞണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പൊ ഞാനത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഇത് നമ്മൾ വെറുതെ ഉണ്ടാക്കിയാൽ പോരട്ടോ, കഴിച്ചിട്ടായിട്ട് ടേസ്റ്റ് കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. കപ്പയ്ക്കൊക്കെ ഉപ്പ് കറക്റ്റ് ആട്ടോ. ഈ ഞണ്ടിന് എരിവും കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കട്ടെ. ഇത് ഞാനല്ല പറയണ്ടേ, പ്രതീക്ഷ പറയുന്നത്.
കുഴപ്പമില്ല, ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ നോക്കിയിരുന്നു, ഞണ്ടിന് ഉപ്പൊക്കെ നോക്കിയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ എരിവായാലും പാകത്തിനുള്ളത്. എരിവ് ഇനി പൊതുവെ പറയാന്ന് വെച്ചാൽ ഞണ്ട് ഈ എല്ലൊക്കെ കൂടി കഴിക്കാനുള്ളതല്ലേ. അപ്പൊ നമ്മുടെ വായ ചുറ്റും പുകയാതിരിക്കാനായിട്ട് മുളക് കുറേശ്ശെ ഇട്ടിട്ട് ഞണ്ട് വേവിച്ചാൽ മതി. ഇതിലിപ്പോ ഓക്കെയാണ്, കറക്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.